അപ്പോ ഓണക്കാലത്തിന്റെ വരവറിയിച്ചുന്ന അത്തച്ചമയമാണ്. നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഒക്കെയാണ് ഘോഷയാത്ര തൃപ്പൂണിത്തുറയെ ആഘോഷത്തിലാഴ്ത്തുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയായ അത്തം നഗറിൽ രാവിലെ 9-ന് അത്താഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. ജനപ്രതിനിധികളും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരുമൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും. ഉത്സവാഘോഷത്തിന്റെ ആരവം ഒട്ടും കുറയാതെ പ്രേക്ഷകരിലെത്തിക്കാൻ റിപ്പോർട്ടർ സംഘം തയ്യാറാണ്. തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലബി സജീന്ദ്രൻ, ആതിര ജയൻ, കീർത്തന കേശവൻ, ശ്രുതി, അശ്വതി എന്നിവരൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ആദ്യം അത്തം നഗറിലേക്ക് തന്നെ പോകാം. ലബി സജീന്ദ്രൻ അവിടെയുണ്ട്. ലബി, ആഘോഷത്തിന്റെ ദിനമാണ്. മലയാളിക്ക് ഓണത്തിന്റെ ഒരു വിളംബരം എന്നാണ് നമ്മൾ അത്തം ദിനത്തെയും അത്തച്ചമയത്തെയും ഒക്കെ പറയുന്നത്. അപ്പോ എല്ലാ ആഘോഷങ്ങളും പ്രേക്ഷകരിലേക്ക് അനുനിമിഷം എത്തിക്കാൻ നമ്മൾ തയ്യാറല്ലേ? അത് തീർച്ചയായും അത്തം ചമഞ്ഞിറങ്ങുന്നു എന്നാണല്ലോ പറയുന്നത്. നോക്കൂ, ഈ വേദിയൊക്കെ സജ്ജമായി കഴിഞ്ഞു. 9:30 മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇവിടെ ഈ കൊടിമരം അത്ത ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഇതിൽ പതാക ഉയർത്തുന്നതോടുകൂടിയാണ്. മന്ത്രി അനൂപ് ജേക്കബാണ് പതാക ഉയർത്തുന്നത്. ഈ ചടങ്ങ് വളരെ പെട്ടെന്ന് തന്നെ തീരുന്നൊരു ചടങ്ങാണ്. അതിനുശേഷം ഈ ഔദ്യോഗിക ചടങ്ങിന് ശേഷം ഇങ്ങനെ ഘോഷയാത്ര ഇറങ്ങുകയായി. ഇതിന് മുന്നിലൂടെ വരുന്ന ഘോഷയാത്രയുടെ പ്രത്യേകത തന്നെ അറിയാലോ മാധു. അത്തം ചമഞ്ഞിറങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നത് വർണ്ണാഭമായ ഘോഷയാത്ര, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഘോഷയാത്ര. ഈ ഘോഷയാത്ര ഇവിടെ വരവോടുകൂടിയാണ് അത്തം കേരളത്തിലേക്ക് എത്തി എന്ന് കേരളം ഒട്ടാകെ അറിയുന്നത്. അത്തത്തിന്റെ ഈ ഇവിടുത്തെ ആരവം കേട്ടാണ് കേരളം മുഴുവൻ ഓണത്തിലേക്ക് ഉണർന്നെടിയിക്കുന്നത്. ഈ അത്തച്ചമയം ഇങ്ങനെ അത്തച്ചമയത്തിന്റെ ഏറ്റവും വിശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഘോഷയാത്രയാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കലാകാരന്മാരെല്ലാവരും ഇങ്ങോട്ട് എത്തി അണിചേരുന്ന ഒരു ഘോഷയാത്ര എന്നതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് അല്പസമയത്തിനകം തന്നെ അതിന്റെ മനോഹാരിത മൊത്തം അറിയാൻ സാധിക്കും. നോക്കൂ, ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക്, ഇതിന്റെയൊക്കെ ഈ ഒരു കാഴ്ചയുടെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, എത്തുന്നുണ്ട്. എൻ്റെ നാടായ വൈക്കത്തുനിന്ന നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഏതായാലും അത് നോക്കുക. എവിടെ നിന്നാണ്? ഞാൻ കൊച്ചുപള്ളി ഉദയംപേരൂരു വൈക്കം പട്ടശ്ശേരിയിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, ഇങ്ങോട്ട് കാണാനൊക്കെ. അതുപോലെ തന്നെ വലിയ ഈ അത്തച്ചമയത്തിന്റെ ഈ ഇങ്ങനെ അത്തം ഘോഷയാത്രയൊക്കെ കാണാൻ വന്നതാണ്. എൻ്റെ വീട് ഇവിടെയാണ്. ഞങ്ങൾ അവിടെ കെട്ടിച്ചുട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇപ്പം മുതലേ എല്ലാവരും വന്ന് തുടങ്ങി എന്ന് ഓർക്കണം. കാര്യം 9:30-10 മണിയോടുകൂടിയാണ് ഈ ഘോഷയാത്ര ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഇതിന് ശേഷം ഇവിടെ ഒരു വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണം, തിരുവോണം കഴിഞ്ഞാലും തീരാത്തത്രയും ഓണാഘോഷ പരിപാടികൾ ഇവിടെയുണ്ട്. ഈ മാസം മുഴുവൻ തൃപ്പൂണിത്തുറക്കാർക്ക് ഓണമാണ്. അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടെ ഏറ്റവും വലിയ വിപണനമേള എന്ന് പറയാൻ സാധിക്കും. ഇവിടെ 1 മാസം നീണ്ടു നിൽക്കുന്ന വിപണനമേള, ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇങ്ങോട്ട് ഈ കലാകാരന്മാരൊക്കെ ഇതിന്റെ ഒരു ഭാഗത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളാണ് അത്തം നഗർ. കാലാകാലങ്ങളായി നേരത്തെ രാജഭരണകാലത്ത് കൊച്ചി രാജാവ് പരിവാര സമേതം തൃപ്പൂണിത്തുറയിലേക്ക് എത്തി ഇവിടെ നിന്ന് തൃക്കാക്കരപ്പനെ കാണാൻ പോകുന്നൊരു ചടങ്ങാണ്. അതിൻ്റെ ഒരു അനുസ്മരണമാണ് അത്തച്ചമയം. 1961 മുതൽ അത് ഇങ്ങനെ ജനകീയ അത്തച്ചമയമായി മാറിയിരിക്കുന്നു. അതിനുശേഷമാണ് അന്നും ഒരു പ്രത്യേകതയുണ്ട്. മതേതരത്വത്തിന്റെ പ്രതീകമാണ്, മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് അത്തച്ചമയ ഘോഷയാത്ര. അന്ന് കരിങ്ങാച്ചിറ കത്തനാരും അതുപോലെ നെട്ടൂർ തങ്ങളും ചെമ്പിലരയനും ഒക്കെ ഈ ഘോഷയാത്രയുടെ മുന്നിലുണ്ടായിരുന്നു രാജാവിനൊപ്പം. അതിന്റെ ഒരു അനുസ്മരണം എന്നോണം അവരുടെ പിന്മുറക്കാരൊക്കെ ഈ ഘോഷയാത്രയിലുമുണ്ട്. അങ്ങനെ ഒരു മതേതരത്വത്തിന്റെ സന്ദേശം കൂടി വിളംബരം ചെയ്തുകൊണ്ടാണ് അത്തം ഘോഷയാത്ര ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെടുക. ഈ അത്തം നഗറിൽ നിന്ന് ഇറങ്ങുന്ന ഘോഷയാത്ര നഗരം ചുറ്റി, അതായത് ഇവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ സ്റ്റാച്യു ജംഗ്ഷൻ വഴി അങ്ങ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം വഴി വടക്കേക്കോട്ടേക്ക് ചുറ്റി തിരിച്ചിവിടെ വരും. ആ ഘോഷയാത്ര കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് അല്പസമയം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ. അത്ര അതിമനോഹരമായ ഘോഷയാത്ര, എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ച് അണിചേരുന്ന ഘോഷയാത്ര. അതിങ്ങനെ നാടിനെ ഉത്സവത്തിൽ ആറാടിച്ച് ഉത്സവത്തിന്റെ ഓണത്തിന്റെ ഒരു വലിയ ഒരു നിറത്തിന്റെ ഒരു ലഹരി ഈ നാട് മൊത്തം പരന്ന് ഒഴുകുന്ന രീതിയിലുള്ള ഒരു ഘോഷയാത്ര. ഇവിടെ നിന്നാണ് ഈ അത്തം ഇങ്ങനെ ചമഞ്ഞിറങ്ങി കഴിയുമ്പോഴേക്കും നാട് മുഴുവൻ ഉണരും. ഓണത്തിന്റെ പൂവിളി വരും. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ വളരെ വിശേഷപ്പെട്ട ഓണാഘോഷ പരിപാടികളൊക്കെ ഈ അത്താഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്നൊരു സ്ഥലം കൂടിയാണ്. ഏതായാലും അത്തച്ചമയത്തിന് വളരെ കുറച്ച് സമയം കൂടി മാത്രമാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ബാക്കിയുള്ളത്. മുഖ്യമന്ത്രി ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ അത്തച്ചമയം ഇവിടെ തുടങ്ങുകയായി. മാധു, ശരി ലബി, ഞാൻ വളരെ സന്തോഷത്തോടെ കാണുകയായിരുന്നു. എത്ര ഭംഗിയായിട്ടും എത്ര സന്തോഷത്തോടും കൂടിയാണ് ലബി ആ വിശേഷങ്ങളൊക്കെ പറയുന്നത്. ഞാൻ എത്ര വർഷമായി ലബി ഇങ്ങനെ കാണുന്നു ഓണത്തിന്റെ അത്തത്തിന്റെ ഒക്കെ ആഘോഷത്തിൽ. പൂവൊക്കെ വെച്ചത് നല്ല ഭംഗിയുണ്ട് കേട്ടോ.
മാധു എത്രയോ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 2 പതിറ്റാണ്ടായി. ചാനലുകൾ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത്തച്ചമയം ഞാൻ ഒരിക്കലും വിട്ട് കളയാറില്ല. അത്തച്ചമയത്തിൻ്റെ ഒരു ഘോഷയാത്രയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലഹരിയുടെ അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളിയുടെയും ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തച്ചമയം എനിക്കൊരു വികാരമാണ്. എല്ലാ അത്തച്ചമയത്തിനും ഞാൻ ഇങ്ങനെ മാറി മാറി പല മൈക്കുകൾ വച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. റിപ്പോർട്ടറിൻ്റെ മൈക്കുമായി ഇങ്ങനെ ഞാൻ യാത്ര തുടരുകയാണ്. ശരി ലബി, എന്തായാലും 10,000-2000-ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത്. പുലികളിയുണ്ട്, തെയ്യമുണ്ട്, അങ്ങനെ എല്ലാ ആഘോഷങ്ങളുടെയും എല്ലാ ആഘോഷ കാഴ്ചകളുടെയും ഒരു സംഗമം കൂടിയാണ് ഈ അത്തച്ചമയം എന്ന് പറയുന്നത്.